പള്ളിയിൽ രാഷ്ട്രീയം കടത്താൻ പാടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ നാടാണ്. പല പാർട്ടിക്കാരും, അത് മുസ്ലിമിന്റെ പേരിലുണ്ട്, അമുസ്ലിമിന്റെ പേരിലുണ്ട്, എല്ലാവരും കൂടിയിട്ടുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. ഏതായാലും ഒരു രാഷ്ട്രീയവും പള്ളി കയറ്റാൻ പാടില്ല. പള്ളിയിലെ ഇബാദത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ, അതേപോലെ ഖുർആൻ ഓതാൻ, സലാത്ത് ചൊല്ലാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് മൗലിദ് ഓതാൻ, അതുപോലെ ദിക്ർ ചൊല്ലാൻ, അങ്ങനെയുള്ള സ്ഥലമാണ് പള്ളി. ഇൽമു പഠിപ്പിക്കാൻ, ഇൽമു കേൾക്കാൻ, അങ്ങനെയുള്ള നല്ല കാര്യത്തിന് വേണ്ടിയല്ലാതെ, പുണ്യകാര്യത്തിന് വേണ്ടിയല്ലാതെ പള്ളി ഒരിക്കലും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പള്ളി ദുനിയാവിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, ആഖിറത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ബോധം നമുക്കെല്ലാവർക്കും. എന്റെ നാട്ടിന്റെ അടുത്ത്, അവിടെ തലശ്ശേരിക്കടുത്ത് ഒരു പഴയ പള്ളി, ഏകദേശം 1000-ഓളം കൊല്ലം പഴക്കമുണ്ടാവും എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു പള്ളി, വലിയൊരു മഹാൻ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു കൂഫയിൽ നിന്ന് വന്നതാ. അപ്പോ അവിടെ പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടില് ഒരു പാർട്ടി, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി രണ്ടായി പിരിഞ്ഞിരുന്നു. എന്റെ ചെറുപ്പത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം, ഇങ്ങനെ രണ്ട് പാർട്ടിയായി പിരിഞ്ഞു. അപ്പൊ ഒരു ലീഗിന്റെ ചിഹ്നം കോണിയാണ്, മറ്റേ ലീഗിന്റെ ചിഹ്നം തോണിയാണ്. തോണി എന്ന് പറഞ്ഞാൽ ഇവിടെ കർണാടകയിൽ മനസ്സിലാവുന്നില്ല, തോണി. അപ്പൊ ആ പള്ളിന്റെ കമ്മിറ്റിക്കാര് ഈ തോണി ചിഹ്നമായ ലീഗിന്റെ ആൾക്കാരാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, പള്ളിന്റെ മുമ്പിൽ തോണിയുടെ ആകൃതിയിൽ ഒരു ഹൗസ് ഉണ്ടാക്കി. കാരണം അത് കണ്ടാൽ അവരെ ചിഹ്നം ഓർമ്മയാവും. ഇപ്പൊ അത് പൊളിച്ചുപോയി തോന്നുന്നു. ആ പാർട്ടി തന്നെ വിരിച്ചു വിട്ടുപോയി. അത് രണ്ടും കൂടി ലയിച്ചിന്. പിന്നെ ഇങ്ങനത്തെ കക്ഷി രാഷ്ട്രീയം പള്ളിയിലും മദ്രസയിലൊന്നും കൊണ്ടുവരരുത് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ കാര്യമൊക്കെ അതിന്റെ ഓഫീസിലും അതിന്റെ പരിപാടിയിലും ഒക്കെ പോയിക്കോളാം. രാഷ്ട്രീയം പള്ളിയിലും മദ്രസയിലും കടത്താൻ പാടില്ല. അത് കടത്തിയാൽ നമ്മളെ ദീനിന് വലിയ ഫസാദ് ഉണ്ടാവും, വലിയ ഫസാദ് സംഭവിക്കും. അതുകൊണ്ട് അതൊരിക്കലും രാഷ്ട്രീയം പള്ളിയിലും മദ്രസയിലും കടത്തരുത്. ഇസ്തിരിപ്പെട്ടി എന്നൊരു സാധനം മനസ്സിലാവും. ഇസ്തിരിപ്പെട്ടി, അയൺ ഈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം, നല്ല സാധനമാണ്. നമ്മുടെ കുപ്പായവും തുണിയൊക്കെ ചുളിയാതിരിക്കാൻ അത് നല്ല ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല കടകടാന്ന് പറഞ്ഞ് നിൽക്കും. നല്ല സന്തോഷമാണ്, നല്ലതാണ്. പക്ഷേ അതെവിടെ, അത് കുപ്പായത്തിന്റെ മേലെയും തുണിന്റെ മേലൊക്കെ വെക്കാനുള്ളതാണ് ഇസ്തിരിപ്പെട്ടി. അതൊരിക്കലും എല്ലാ ചുളിയിൽ നിന്നും നീർക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാതെ വിചാരിക്കുക. ഉദാഹരണത്തിന് ഉമ്മാമാന്റെ മുഖം വല്ലാണ്ട് ചുളിഞ്ഞിട്ട്, അപ്പൊ ഉമ്മാമാന്റെ മുഖം ചുളിഞ്ഞത് നീർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇസ്തിരിപ്പെട്ടി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, വെക്കാൻ പാടില്ല. ഓരോന്നിന്റെ ബഹുമാനം പ്രകടിപ്പിക്കണം. അത് സ്ഥിരപ്പെട്ട് നല്ല തന്നെയാണ്, അതിന് കുഴപ്പമൊന്നും. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി അവർ പോവും, ഓരോ പ്രവർത്തനം നടത്തിക്കോട്ടെ, നമ്മൾക്കത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ രാഷ്ട്രീയ പാർട്ടിന്റെ ആളല്ലോ. അതേസമയം ആ രാഷ്ട്രീയം നമ്മുടെ ദീനിലേക്ക് കടത്തിക്കൊണ്ടുവന്നാൽ ദീനിന്റെ പ്രവർത്തനത്തിനൊക്കെ ദോഷം സംഭവിക്കും. ഒരു പാർട്ടിക്കാരനെ ഇഷ്ടപ്പെടുമ്പോൾ വേറൊരു പാർട്ടിക്കാരനെ ഇഷ്ടപ്പെടൂല. ഒരുത്തനെ ക്ഷണിക്കുമ്പോൾ മറ്റൊന്നും ക്ഷണിച്ചില്ല, മറ്റൊന്നും വന്നില്ല, ഇവൻ വന്നു, ഭയങ്കര പ്രശ്നമായിരിക്കും. ഒക്കെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാവും. അതുപോലെ തെറ്റിദ്ധാരണകളുണ്ടാവും. അതുകൊണ്ട് ഈ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും പള്ളിയിലും മദ്രസയിലും ദീനീ സ്ഥാപനങ്ങളിലും കയറ്റരുത്. മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മുടെ ദീനീ പ്രവർത്തനം നടത്തുക. അപ്പൊ രാഷ്ട്രീയം പള്ളിയിൽ വെച്ച് പറയരുത് ഞാൻ പറഞ്ഞു. പള്ളി നിക്കാഹിന് നല്ല സ്ഥലമാണ്, നിക്കാഹ് പള്ളിയിലാകുന്നത് നല്ലതാണെന്ന് കിതാബിലൊക്കെ ഉണ്ട്. അത് വെള്ളിയാഴ്ച രാവിലെ ആയാലും നല്ലതാണ്, വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലായാലും ഒക്കെ നല്ലതാണ് എന്റെ കിതാബിൽ. പക്ഷെ നിക്കാഹിൽ വന്ന ആളുകൾ പള്ളിയിൽ നിന്ന് ഒട്ടാകെ വർത്താനം പറഞ്ഞിട്ട് പള്ളിയുള്ള ബഹുമാനം കുറക്കെങ്കിൽ നബിനെ പുറത്തുനിന്ന് തിന്നാക്കലാണ്. പള്ളിന്റെ ബഹുമാനം കുറക്കാൻ പാടില്ല. പള്ളിയുടേതായ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പള്ളി കൊണ്ടുപോകും. പള്ളിയുടെ ഭരണാധികാരികൾ എന്നിട്ട് അങ്ങനെ ഒന്നില്ല. ഞാൻ കുറെ പള്ളിയുടെ അൽഹംദുലില്ലാ നിങ്ങളെപ്പോലത്തെ പല മോമിനികളുടെയും സഹായം കൊണ്ട് 100-ലധികം പള്ളി നിർമ്മിച്ചിട്ടുണ്ട് സിറാജുൽ ഹുദയുടെ നേതൃത്വം. അതിൽ പലതിന്റെയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ ഭരണാധികാരിയാണ് എന്നല്ല. അള്ളാന്റെ വീടാണെന്നില്ല, അള്ളാന്റെ വീട് ഞാൻ ഭരിക്കുകയും നല്ല കോളായി. അപ്പൊ ഒരിക്കലും അള്ളാഹുവിന്റെ വീട്ടിന്റെ ഭരണാധികാരികളല്ല
കമ്മിറ്റിക്കാർ, പ്രസിഡന്റും സെക്രട്ടറിയും. പിന്നെ ആരാ? അള്ളാഹുവിന്റെ പള്ളിയുടെ വീട്ടിന്റെ ഖാദിമീങ്ങളാണ്, അതിന് സേവനം ചെയ്യുന്നവരാ. പള്ളിയിൽ പൈപ്പിൽ വെള്ളമുണ്ടോ? മെഹ്റാബിൽ പല്ലിക്കാട്ടുണ്ടോ? അതേപോലെ തന്നെ പള്ളിയിൽ കറണ്ട് ഉണ്ടോ? പള്ളിയിൽ ബാങ്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? അതൊക്കെ ആലോചിച്ച് വേണ്ട ഖിദ്മത്ത് ചെയ്യുന്നവരാണ് പള്ളിയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും. പള്ളിയുടെ സമീപത്തുള്ള മൂത്രപ്പുരണ്ടാവും, അതല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. പലപ്പോഴും നമ്മളെ വീട്ടിലെ ബാത്റൂമിൽ കയറിയ വാഷ്റൂമിൽ കയറിയ നല്ല നീറ്റിലാണ് അവിടുത്തെ ക്ലോസറ്റും അവിടുത്തെ ടൈൽസും ഒക്കെ. പള്ളിന്റെതോ, പള്ളി ഉദ്ഘാടനം ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പള്ളിന്റെ ബാത്റൂമിൽ കയറി നോക്കിയാൽ വെളുത്ത ക്ലോസറ്റ് മഞ്ഞപ്പുത്തം പിടിച്ചിട്ടുണ്ടാവും, മഞ്ഞ കളറായിട്ടുണ്ടാവും, ഒരാളും വൃത്തിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് വന്ന അതിഥികളാ, അള്ളാന്റെ അതിഥികളാ പള്ളിയിൽ വരുന്നവർ. അവര് വരുമ്പോ അവരുപയോഗിക്കുന്ന ബാത്റൂം നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് കമ്മിറ്റിക്കാർ നോക്കണം. അത് വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശമ്പളം കൊടുത്ത് നിർത്തിയാൽ പോരാ, ആ ശമ്പളം കൊടുത്ത ആള് കൃത്യമായി ഡ്യൂട്ടി എടുക്കുന്നുണ്ടോ നോക്കണം. അത് ഈ കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തം. അതാണ് ഖിദ്മത്ത് എന്ന് ഞാൻ പറഞ്ഞു. പള്ളിയുടെ സേവനമാണ്, അല്ലാതെ ഭരണാധികാരിയല്ല. നമ്മൾ ആരും അള്ളാഹുവിന്റെ വീട് ഭരിക്കാൻ മാത്രമായിട്ടില്ല, അള്ളാഹുവിന്റെ വീട്ടിന് സേവനം ചെയ്യുന്നവരാ.